അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ അതാ പരിശുദ്ധ റമളാൻ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ സർവ്വ അനുഗ്രഹങ്ങളും കൊണ്ട് നിറച്ച റമളാനാണ് കടന്നു വരുന്നത്. 2 മാസം കരഞ്ഞു ദുആ ചെയ്ത റമളാനാണ്. കഴിഞ്ഞ 29 രാവിലെ നിറകണ്ണുകളോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വന്തം ഉമ്മയുടെ മയ്യത്ത് വീട്ടിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് കരഞ്ഞതിനേക്കാൾ നെഞ്ചു പൊട്ടി പള്ളിക്കകത്തിരുന്ന് കരഞ്ഞിട്ട് യാത്രയാക്കിയ റമളാൻ ഒരിക്കൽ കൂടെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ അതിഥികളെ സ്വീകരിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ പരിശുദ്ധമായ റമളാൻ കടന്നു വരികയാണ്. പരിശുദ്ധമായ റമളാൻ കടന്നു വരികയാണ്. സഹോദരാ, നിങ്ങൾ ആ റമളാനിനെ ഒന്ന് സ്വീകരിക്കണേ. ആ റമളാൻ എന്ന് പറയുന്ന അതിഥിയെ സ്വീകരിക്കണേ. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വിരുന്നിന് വരുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ വീടിന്റെ ബെഡ്റൂം റെഡിയാക്കുന്നു, ബാത്റൂം റെഡിയാക്കുന്നു, അതാ ഹാള് റെഡിയാക്കുന്നു, വീടിന്റെ പരിസരം വൃത്തിയാക്കുന്നു. എങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ റമളാൻ നമ്മളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന റമളാൻ ഒരു സുന്നത്തിന് ഒരു ഫർദിന്റെ കൂലി, ഒരു ഫർദിന് 70 ഫർദിന്റെ കൂലി. അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്ന പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോ ആരാ ഒരുങ്ങിയിരിക്കുന്നത്, ആരാ തയ്യാറെടുത്തിരിക്കുന്നത്? നമ്മുടെ പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ, നമ്മുടെ ഉമ്മമാരുണ്ടല്ലോ. റജബ് മാസം വരുമ്പോഴേ വീട് വൃത്തിയാക്കുകയാണ്. പുല്ലുകൾ, വീടിന്റെ വെളിയിൽ കിടക്കുന്ന പുല്ലുകളൊക്കെ പറിച്ചു മാറ്റി അതാ ചിലന്തി മലകളൊക്കെ അടിച്ചു കളഞ്ഞു. ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് കത്തിച്ചു കളയുകയാ. എന്തിനാ ഉമ്മ വീട് വൃത്തിയാക്കുന്നത്? മോനെ, റമളാൻ വരുന്നടാ. പക്ഷേ നിങ്ങളിലേ ഇരിക്കുന്ന പെണ്ണുങ്ങളിൽ ആരാട് പരിശുദ്ധമായ റമളാൻ എന്ന അതിഥിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി വീടൊരുക്കിയിട്ടുള്ളതാരാട്? വീടിന്റെ പരിസരം വൃത്തിയാക്കിയിട്ടുള്ളതാരാട്? മനസ്സും ശരീരവും ശുദ്ധമാക്കിയിട്ടുള്ളതാരാണ്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, 2 ദിവസം കഴിഞ്ഞ് റമളാൻ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ആ റമളാനിനെ സ്വീകരിക്കാൻ നിങ്ങൾ ഒരുങ്ങിക്കോ. 2 മുത്തുനബി പറയുകയാ, നിങ്ങളുടെ വീടിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കണേ. നിങ്ങൾ വീടിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് ആകാശത്തിലേക്ക് നോക്കണേ. എന്തിനാണെന്നറിയുവോ? നാളെ റമളാനാണോ? നിങ്ങൾ നിലാപിറ നോക്കണേ. പടച്ചവനെ, പിറ കാണുന്നുണ്ടോ തമ്പുരാന്? നാളെ നോമ്പാണോ തമ്പുരാന്? നീ വീടിന്റെ അകത്തിരുന്നിട്ട് ടിവിയിലൂടെയല്ല, മൊബൈലിന്റെ വാട്സപ്പിലൂടെയല്ല, പള്ളിയിൽ വിളിച്ച് പറഞ്ഞിട്ടല്ല നീ കേൾക്കേണ്ടത്. നീ നിന്റെ വീടിന്റെ വെളിയിൽ ഇറങ്ങണം. എന്നിട്ട് ആകാശത്ത് നോക്കണം, എവിടെയെങ്കിലും പിറ കാണുന്നുണ്ടോ? അങ്ങനെ നോക്കിയാൽ അല്ലാഹു തരുന്ന പ്രതിഫലമെന്താ? അങ്ങനെ നോക്കിയാൽ അല്ലാഹു തരുന്ന പ്രതിഫലമെന്താ? 2 മാസം ദുആ ചെയ്ത് കാത്തിരുന്ന പരിശുദ്ധമായ റമളാൻ കടന്നു വരുമ്പോ നീ ഒന്ന് സന്തോഷിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നരകത്തിന്റെ തീയിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. വീടിന്റെ വെളിയിൽ ഇറങ്ങി നിന്നിട്ട് അല്ലാഹുവേ, ഞാൻ കാത്തിരുന്ന റമളാൻ വന്നു. സന്തോഷത്തോട് ആ റമളാനിനെ സ്വീകരിക്കുന്ന മനസ്സോട് നീ നോക്കിക്കഴിഞ്ഞാൽ ഹറമല്ലാഹു ജസദഹു അലന്നിറാൻ, അല്ലാഹു നരകത്തിനിട്ട് നിന്നെ കരിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ ആ ദിവസം സാധാരണ ദിവസമല്ല. റമദാനിന്റെ ഒന്നാമത്തെ രാവ് അത് സാധാരണ ദിവസമല്ല. ലക്ഷക്കണക്കിന് പേര് നരകത്തിൽ നിന്ന് കരകയറുന്ന ദിവസമാണ്. അല്ലാഹുവേ, റമദാനിന്റെ അമ്പിളിപ്പിറ കണ്ടു കഴിയുമ്പോ അല്ലാഹുവിന്റെ ലൗഹും കലമും അർശും ഖുർശുമല്ല ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും അവിടുന്ന് വിളിക്കുന്ന ഉമ്മത്ത് മുഹമ്മദ് നബിയുടെ സമുദായത്തെ വിളിച്ചിട്ട് അവിടുന്ന് പറയുകയാ, അല്ലാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങിയിരിക്കുകയാ, പടച്ചവന്റെ റഹ്മത്ത് ഇറങ്ങിയിരിക്കുകയാ. പടച്ചവനെ, റഹ്മത്തിന്റെ 10, പാപമോചനത്തിന്റെ 10, സ്വർഗപ്രവേശനത്തിന്റെ 10 ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ റമദാൻ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. അത് ഒരുപാട് പ്രവാചകന്മാർ ആഗ്രഹിച്ചതാണ്. അല്ലാഹു കൊടുക്കാത്ത ഒരു അനുഗ്രഹമാണ്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് സംസാരിച്ച പ്രവാചകനാണ്. സീനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് അതാ മൂസാ നബി തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് വാങ്ങാൻ കിടന്നു ചൊല്ലുമ്പോ മൂസാ നബിയുടെ കയ്യിലേക്ക് തൗറാത്ത് എടുത്തു കൊടുത്തു. ആ കിതാബ് എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് അല്ലാഹു തൗറാത്തിന്റെ മഹത്വമല്ല പറഞ്ഞത്, പരിശുദ്ധമായ ഖുർആനിന്റെ മഹത്വമാ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ മഹത്വമാണ്. തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞത് ഖുർആനിന്റെ മഹത്വമാണ്. ഈ ഖുർആനിന്റെ മഹത്വം കേട്ടപ്പോ മൂസാ നബി അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, ആ ഖുർആനിലെ ഒരു സൂറത്ത് എനിക്ക് തന്നാ മതി, ഈ കിതാബ് അങ്ങ് തിരിച്ചു തരാം. അതാ ഖുർആനിന്റെ മഹത്വം. അവിടെ നിന്ന് പറയാ, ഒരു സൂറത്ത് എനിക്ക് താ തമ്പുരാനെ, ഈ തൗറാത്ത് ഞാൻ അങ്ങ് തിരിച്ചു തരാം. അല്ലാഹു പറഞ്ഞു, ഇല്ല, അതില്ല. ഉമ്മത്ത് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന പ്രവാചകന്റെ ഉമ്മത്തിന് ഞാൻ കൊടുത്തിരിക്കുന്ന 2 പ്രകാശമാണ്. അത് വേറെ ആർക്കും ഞാൻ കൊടുക്കൂല. അത് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന 2 പ്രകാശം, അത് വേറെ ആർക്കും കൊടുക്കൂല. ഒന്ന് നൂറുൽ ഖുർആൻ, അത് ഖുർആനിന്റെ പ്രകാശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത് ഖുർആൻ എന്ന് പറയുന്ന പ്രകാശം. 2 നൂറ് റമളാൻ എന്ന് പറയുന്ന പ്രകാശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ.